നമസ്കാരം, ദിനേഷാണ്. ഫാമി മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തൃശ്ശൂർ ജില്ലയിലെ കൊണ്ടാഴി പ്ലാന്റേഷനിലാണ്. പ്ലാന്റേഷനിലെ യുവജന പുരുഷ സ്വയം സഹായ സംഘം ഏതാണ്ട് 10 വർഷക്കാലമായിട്ട് മത്സ്യകൃഷി നടത്തുന്നുണ്ട്. ഏതാണ്ട് 10ലധികം വർഷമായി ഈ രംഗത്ത് സജീവമായി നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ ഗ്രൂപ്പാണ് ഈ യുവജന പുരുഷ സ്വയം സഹായ സംഘം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ യുവജന പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ മത്സ്യകൃഷിയുടെ ഈ വർഷത്തെ വിളവെടുപ്പും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമാണ്. ഇവരുടെ കൃഷി രീതിയെ കുറിച്ചുള്ള അനുഭവങ്ങളും അറിവുകളും നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളത് കൂടിയാണ് ഈ വീഡിയോയുടെ ഉദ്ദേശമായിട്ടുള്ളത്. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തെ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും മികച്ച വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. മനുഷ്യ സ്നേഹത്തിന്റെ കഥ പറയുന്ന യുവജന പുരുഷ സ്വയം സഹായ സംഘത്തെ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ മത്സ്യ കർഷകർ പൊതുവെ പറയുന്നത് വലിയ ലാഭമില്ല, മുടക്ക് മുതൽ ഒരു പക്ഷെ തിരിച്ചു കിട്ടും, അതല്ലെങ്കിൽ ചിലപ്പോൾ നഷ്ടം സംഭവിക്കാറുണ്ട്. എന്താണ് നമ്മുടെ ഈ 10 വർഷത്തെ മത്സ്യ കൃഷിയിൽ നമുക്ക് ലാഭമാണോ അതോ എന്താണ് നമ്മുടെ അനുഭവം? നമുക്ക് തുടക്കത്തിൽ 1-2 വർഷക്കാലൊന്നും നമുക്ക് ഇതിൽ വലിയ ലാഭം കിട്ടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കുളം വൃത്തിയാക്കല്, അതുപോലെ ഈ മത്സ്യ കുഞ്ഞുങ്ങളെ വാങ്ങി പരിപാലിച്ച് അതിനെ നെറ്റ് കെട്ടുക, അതിൻ്റെ തീറ്റ ചെലവ് കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു 1-2 വർഷങ്ങളിൽ ലാഭം ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് എന്തായാലും മുടക്കുമുതൽ കിട്ടും. പക്ഷെ പിന്നീടുള്ള വർഷങ്ങളിൽ പറഞ്ഞാൽ നമുക്ക് ഇതിന്റെ തീറ്റ ചെലവ് മാത്രമേ വരുന്നുള്ളൂ. ഓൾറെഡി നമുക്ക് ഇതിലെല്ലാ കാര്യങ്ങളും സെറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ പിന്നീടുള്ള വർഷങ്ങളിലാണ് നമുക്ക് ഇതിന്റെ ലാഭം കിട്ടി തുടങ്ങുക. ഒരു 3 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു 2 വർഷം നമുക്ക് കഴിഞ്ഞിട്ടുള്ള ഒരു വർഷത്തിലേക്ക് നമുക്ക് നല്ല മികച്ച ലാഭം കിട്ടും. അപ്പൊ ഞങ്ങൾക്ക് അങ്ങനെയാണ്. ഇപ്പൊ നമ്മളിപ്പോ 10 വർഷത്തോളമായി ഈ കൃഷി ചെയ്യുന്നു. അപ്പൊ ആദ്യത്തെ 1-2 വർഷങ്ങളിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ മുടക്കുമുതലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഇപ്പൊ നമുക്ക് നല്ല ലാഭത്തിലാണ് മത്സ്യകൃഷി പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ട് ഈ തീറ്റ ചെലവാണല്ലോ മത്സ്യകൃഷി രംഗത്ത് കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. കാരണം ലഭിക്കുന്ന മീനിന്റെ വിലയേക്കാൾ കൂടുതൽ തീറ്റയ്ക്ക് ചെലവ് വരുന്നു. ഇതാണ് പ്രധാന പ്രതിസന്ധിയായിട്ട് കർഷകരാകെ പറയണത്. എന്തൊക്കെയാണ് നമ്മളിവിടെ കൊടുക്കുന്ന തീറ്റകൾ? നമ്മള് പെല്ലറ്റ് തീറ്റകളാണ് കൊടുക്കുന്നത്. നമ്മള് യൂനോന്റെ പെല്ലറ്റ് തീറ്റയാണ് കൊടുക്കുന്നത് അല്ലേ? പടുതക്കുളം മാത്രമാണോ അതോ ഈ നാച്ചുറൽ പോണ്ട് അങ്ങനെ ഏതൊക്കെയാ? നമുക്കൊരു പടുതക്കുളം ഉണ്ട്, നാച്ചുറൽ പോണ്ടും ഉണ്ട്. നമുക്ക് കോറിയുടെ ഒരു കുളമുണ്ട്. രണ്ടിലും കൂടിയാണ് നമ്മള് ഇത് ചെയ്യുന്നത്. ശരി. ഇപ്പൊ നമുക്ക് നഷ്ടം 1-2 തവണ സംഭവിച്ചു എന്ന് പറഞ്ഞിട്ടല്ലോ, അത് എന്തുകൊണ്ടായിരിക്കും നഷ്ടം സംഭവിക്കാൻ കാരണം ഉണ്ടായിടുവോ? അത് നമുക്ക് ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല. എല്ലാവരും മത്സ്യകൃഷി ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ നമ്മളും ഇതേപോലെ കുഞ്ഞുങ്ങളെ വാങ്ങി നിക്ഷേപിച്ചു. അപ്പൊ അതിന്റെ തീറ്റയുടെ അളവ് കാര്യങ്ങളൊന്നും അറിയില്ല. നമ്മള് പെട്ടെന്ന് വളരും വിചാരിച്ച് നമ്മള് കൂടുതൽ തീറ്റയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടു. അപ്പൊ അത് സ്വാഭാവികമായിട്ട് എന്തുണ്ടായി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തീറ്റ ചെലവ് കൂടുതലും അതിന് വരുമാനം വളരെ കുറവായിരുന്നു. പിന്നെ നമ്മളത് ഇതിനെപ്പറ്റി പഠിച്ചു. ഫിഷറീസ് എന്നുള്ള ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്ത് അതിനെപ്പറ്റി പഠിച്ചു. ഇത്ര സെന്റ് കുളത്തില് ഇത്ര മീനെ ഇടാൻ പാടുള്ളൂ, എന്നാലാണ് അതിന് പൂർണ്ണ വളർച്ച കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ആദ്യം തീറ്റ ഒക്കെ കൂടുതൽ കൊടുത്തിട്ടും മത്സ്യങ്ങളൊന്നും വലിയ വളർച്ച ഒന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ അവര് പറയുന്നത് രീതിയിൽ നോക്കിയപ്പോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല സൈസിലുള്ള മീനുകളൊക്കെ കിട്ടാൻ തുടങ്ങി. മുമ്പൊക്കെ നമുക്കൊരു 3-4 മീനൊക്കെ എടുത്താലാണ് 1 കിലോ ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് ഏകദേശം 2.5-3 കിലോന്റെ അടുത്തൊക്കെ 6 മാസം കൊണ്ട് തന്നെ സിലോപ്പിയൊക്കെ അങ്ങനെ വരുന്ന രീതിയിലുള്ള ഇത് കിട്ടാൻ തുടങ്ങി. പ്രധാനമായും മത്സ്യക്കുട്ടികളൊക്കെ എവിടെ നിന്ന് എടുക്കണേ? നമ്മൾ ഫാമുകളിൽ നിന്ന് തന്നെയാണ് വാങ്ങണത്. പിന്നെ ഫിഷറീസിന്റെ ഇതിന്ന് നമുക്ക് മത്സ്യക്കുഞ്ഞുങ്ങളെ കിട്ടുന്നുണ്ട്. നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് കിട്ടുന്നത് ഫാമിൽ തന്നെയാണ്. അപ്പൊ നമുക്കൊരു സെലക്ട് ചെയ്ത് കിട്ടും മീനുകളെ. ഇത്ര മാസം പ്രായമുള്ള കുട്ടികൾ അല്ലെങ്കിൽ ഇത്ര വലിപ്പമുള്ള കുട്ടികൾ എന്നുള്ള രീതിയിൽ കിട്ടും. നമ്മൾ കുറച്ചും കൂടി വലിയ കുട്ടികളെ വാങ്ങിയിട്ടാണ് ഇടുന്നത്. തീരെ ചെറിയ കുട്ടികളെ വാങ്ങിയിട്ട് പരിപാലിക്കുന്നതിനെ കുറച്ചും കൂടി എളുപ്പം കുറച്ച് മീഡിയം സൈസിൽ വരുന്ന കുഞ്ഞുങ്ങളെ വാങ്ങിയിട്ട് വളർത്തുകയാണ്. അപ്പൊ ഒരു 6 മാസം കൊണ്ടൊക്കെ പൂർണ്ണ വളർച്ചയെത്തും. ശരി. ഈ സർക്കാരിന്റെ സഹായങ്ങൾ എന്തെങ്കിലും നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? നമുക്ക് ഫിഷറീസിന് സബ്സിഡി കാര്യങ്ങളൊക്കെ തീറ്റയ്ക്കുള്ളത് കിട്ടുന്നുണ്ട്. ഇപ്പൊ 2-3 വർഷത്തെ കിട്ടാനുണ്ട്. പടുതാക്കുളം നമുക്ക് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. എത്ര രൂപ ചെലവ് വന്നിട്ടുണ്ടാവും ഏകദേശം നമുക്ക് പടുതാക്കുളം നിർമ്മിക്കാൻ വേണ്ടി? നമുക്ക് ഏകദേശം ഒരു അതിന്റെ ഒരു ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഏകദേശം ഒരു 1,00,000 രൂപ അടുത്ത് ചെലവ് വന്നിട്ടുണ്ട്. ഈ മത്സ്യകൃഷിയിലേക്ക് പുതിയതായിട്ട് വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട്. അത് പ്രധാനമായും അവർ ആഗ്രഹിക്കാൻ കാരണം ഈ ഗവൺമെന്റിന്റെ സബ്സിഡിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളും ഗവൺമെന്റ് പഞ്ചായത്ത് മുഖാന്തരം കൊടുക്കുന്ന മത്സ്യക്കുട്ടികളുടെ വാർത്തകളൊക്കെ കണ്ടിട്ടാണ്. അപ്പൊ അങ്ങനെ പുതിയതായിട്ട് ഈ രംഗത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരോട് എന്താണ് പറയാനുള്ളത് ഇത്രയും കാലത്തെ അനുഭവം വെച്ച്?
ഈ മറ്റു മേഖലകളിൽ നിന്നിട്ടൊക്കെ മത്സ്യകൃഷി വളരെ വ്യത്യസ്തമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു പശു വളർത്തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പിന്നാലെ തന്നെ ഒരാൾ വേണം അതിനെ പരിപാലിക്കാൻ ഇതിനൊക്കെ ആയിട്ട്. ഇതിന് തീറ്റിട്ട് കൊടുക്കാനായിട്ട് ആരെങ്കിലും ഒരാൾ ഉണ്ടായാൽ മതി. അത് വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ്. നമുക്കൊരു പടുതക്കോളം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉണ്ടാക്കുന്ന ഒരു ചെലവ് മാത്രമാണ് ആദ്യം വരുന്നുള്ളൂ. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ തീറ്റ ഇട്ട് കൊടുക്കുക, വിളവെടുക്കുക. പടുതക്കോളൊക്കെ ആണെങ്കിൽ വിളവെടുക്കാനും വളരെ ഈസിയാണ്. അപ്പോ അല്ല, ഈ ഗവൺമെന്റ് സബ്സിഡി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ വഴിക്ക് വരണ്ട എന്ന് പറയാൻ അങ്ങനെ ഉണ്ടോ? അത് നമുക്ക് കിട്ടുന്നുള്ളത് പ്രതീക്ഷയൊന്നുമില്ല. അങ്ങനെ പ്രതീക്ഷിച്ചു വരരുത്. അങ്ങനെ പ്രതീക്ഷിച്ചു വരരുത്. മാർക്കറ്റ് വളരെ പ്രധാനമാണ്. ഈ മാർക്കറ്റ് നമ്മൾ എങ്ങനെ കണ്ടെത്തുന്നത്? അതായത് മത്സ്യ കൃഷി നടത്തുന്നു, ഏതാണ്ട് 6 അല്ലെങ്കിൽ 8 മാസം കൂടുമ്പോൾ മീൻ പിടിക്കുന്നു, ഇത് കൊടുക്കണമല്ലോ. അതെങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുന്നത് വിപണനം? നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പുരുഷ സംഘത്തിന്റെ കീഴിലാണ് ഈ മത്സ്യകൃഷി ചെയ്യുന്നത്. തീർച്ചയായും. അപ്പൊ നമ്മുടെ സംഘം മെമ്പർമാരുണ്ട്, നമ്മുടെ കണക്ഷനിൽ. നമ്മൾ പിന്നെ കൂടുതൽ മാർക്കറ്റുകളിലല്ല വെക്കുന്നത്, നമ്മുടെ നാട്ടിൽ തന്നെ എല്ലാവർക്കും നല്ല ക്വാളിറ്റിയുള്ള മത്സ്യം കിട്ടുക എന്നുള്ള രീതിയിൽ. അപ്പൊ അവരെ അറിയിക്കും നമ്മളിങ്ങനെ ഇന്ന ദിവസം പിടിക്കുന്നുണ്ട്. റീറ്റെയിലാണ് പ്രധാനമായി ചെയ്യണേ. അതെ, ഹോൾസെയിൽ ചെയ്യണില്ല. ഇല്ലേ? എത്ര രൂപയായിട്ട് നമ്മൾ ഈ മീനുകളൊക്കെ വിപണനം നടത്തുന്നത്? നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുള്ള് ഈ വേസ്റ്റ് കാര്യങ്ങളൊന്നും കൊടുക്കാണ്ട് വളർത്തുന്ന മീനുകളാണ്. മുഴുവൻ പെല്ലറ്റ് തീറ്റിട്ടാണ് വളർത്തുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഫിലോപ്പിയൊക്കെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200 രൂപയ്ക്കൊക്കെയാണ് കിലോന് കൊടുക്കുന്നത്. വരാലാവുമ്പോ ഒരു 400 രൂപ. 400 രൂപയ്ക്കാണ് കൊടുക്കണേ വരാല്. അത് ഈ 400 രൂപയ്ക്ക് വരാല് കൊടുക്കാൻ കാരണം എന്താ? എന്നാലും മുതലാവുള്ളൂ, അങ്ങനെ ഉണ്ടോ? അല്ല, അത് അതിന്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 1 കിലോന്റെ അടുത്ത് തൂക്കം വരുന്ന വരാലുകളാണ് നമ്മൾ ഫുള്ള് കൊടുക്കുന്നത്. ഇപ്പൊ മറ്റു ചെറിയ ചെറിയ മീനുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടേ നമ്മൾ ഈ 400 രൂപ 1 കിലോ മീനിന് എന്ന് പറയുമ്പോൾ ആളുകള് ഒരു പക്ഷേ പിന്നോട്ട് വലിയുന്നുണ്ട് സാധാരണക്കാര്. അതിന്റെ ഗുണം അറിയാത്തവരാണ്, അതായത് വരാൽ മീനിന്റെ ഗുണങ്ങൾ അറിയാത്തവരാണ്. അപ്പൊ ഈ 400 രൂപയ്ക്ക് മീൻ നമ്മൾ പറയുമ്പോഴും അത് വാങ്ങാൻ നമുക്ക് ആളുണ്ടോ? നമുക്ക് ആളുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ വരാലാണ് കൂടുതൽ ആളുകൾ വാങ്ങണത്. ഇതില് വേസ്റ്റ് കുറവാണ്. ഇതില് നമ്മൾ മീൻ വാങ്ങിക്കഴിഞ്ഞാലും മറ്റുള്ളതിന്റെ ഇതിനുള്ളിൽ നിന്നൊക്കെ പോകുന്നതിനേക്കാളും വേസ്റ്റ് വളരെ കുറവാണ്. 1 കിലോന്റെ മുകളിലൊക്കെ ഒരു മീൻ എടുത്തു കഴിഞ്ഞാൽ ചെറിയ അളവിലാണ് അതിന്റെ വേസ്റ്റ് പോകുന്നത്. പിന്നെ നല്ല സ്വാദിഷ്ടമായ മീറ്റാണിത്. അപ്പൊ അതൊക്കെ കാരണം വരാലിന് നല്ല ഡിമാൻഡ് ഉണ്ട്. ഓക്കെ, നമ്മുടെ ഒരു സീസണിലെ മത്സ്യകൃഷി എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 8 മാസം നീണ്ടു നിൽക്കുന്നതാണല്ലോ. ഒരു ജൂലൈ മുതൽ പിറ്റേ വർഷം ഒരു ഫെബ്രുവരി മാർച്ച് വരെ നീണ്ടു നിൽക്കുന്ന ഒരു സീസണാണ്. അപ്പോൾ അതിൽ എത്ര രൂപ നമുക്ക് ലാഭം പ്രതീക്ഷിക്കാം? ഒരു 1000 മീനിനെ അല്ലെങ്കിൽ 1000 വരാലിനെ കിട്ടു കഴിഞ്ഞാൽ എത്ര രൂപ പ്രതീക്ഷിക്കാം? നമ്മളിപ്പോ ഇങ്ങനെ കൂടുതലായിട്ട് മീനുകൾ ഇടുന്നില്ല. നമ്മളൊരു 500 അങ്ങനെ ആ രീതിയിലാണ് നോക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കുളമുണ്ട്, പടുത കുളമുണ്ട്, ഇതിൽ കുളമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നനയ്ക്കാനുള്ള ഒരു ഇതും കൂടി ഈ കാർഷിക ആവശ്യത്തിനുള്ള കൂടി ഒരു കുളമായ കാരണം അപ്പൊ നമുക്ക് വേനലിൽ പെട്ടെന്ന് വെള്ളം പറ്റും. നമ്മൾ കൂടുതൽ എമൗണ്ട് മീൻ ഇട്ട് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് വളരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവില്ല. അപ്പൊ നമ്മളത് വളരെ ചുരുക്കിയിട്ടാണ് ഇപ്പൊ ചെയ്യണത്. അത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തൂക്കം കൂടുതൽ കിട്ടും. നമ്മളിപ്പോ ഒരു 1000 മീൻ ഇട്ടിട്ട് നമുക്കൊരു 250 കിലോനാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് നമ്മളൊരു 200 മീൻ ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഏകദേശം നമുക്കൊരു 200 കിലോന്റെ അടുത്ത് തൂക്കം കിട്ടും. അത് ഏകദേശം ഒരു കണക്ക് പറഞ്ഞാണ്. അങ്ങനെയാണ് ഇപ്പൊ. എന്നാലും നമുക്കൊരു വർഷം ഇത്ര രൂപ അല്ലെങ്കിൽ ഒരു സീസണിൽ ഇത്ര രൂപ ലാഭമാണല്ലോ ഏറ്റവും പ്രധാനം. ലാഭം എന്ന ഇനത്തിൽ ഏകദേശം നമുക്ക് ഒരു വർഷം ഇത്ര രൂപ പ്രതീക്ഷിക്കാം. അങ്ങനെ ഉണ്ടോ? നമ്മൾ അങ്ങനെ ലാഭം പ്രതീക്ഷിച്ചിട്ടല്ല ഇത് ചെയ്യുന്നത്. പ്രധാനമായി ലാഭം നമ്മുടെ കൺസെന്റ് അല്ല. ഓക്കെ, ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നഷ്ടം വരരുത്. ഞങ്ങൾ വളർത്തുന്നത് അങ്ങനെയാണ്. നമ്മളിതൊരു മത്സ്യകൃഷി അങ്ങനെ വിൽപ്പന മാത്രം ഉദ്ദേശിച്ച് ചെയ്യണതല്ല. നമ്മള് സംഘത്തിന്റെ ഒരു ആക്ടിവിറ്റി എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യണതാണ്. എന്താണ് ഈ വരാല് ചെയ്യാൻ അല്ലെങ്കിൽ വരാലിലേക്ക് വരാം എന്ന് വിചാരിക്കാനുണ്ടായ കാരണം? വരാലിന് ഡിമാൻഡ് കൂടുതലാണ്, അതാണ് മെയിൻ ഇത്. പിന്നെ നമുക്ക് വളർത്തുമ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് നമുക്ക് കൂടുതൽ വിളവ് കിട്ടുന്നുണ്ട്. മറ്റ് മീനുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളർത്തി കഴിഞ്ഞാലും നമ്മളൊരു 1000 മീൻ കുഞ്ഞുങ്ങളെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോ നമുക്കൊരു 800 700 കിട്ടാറുള്ളൂ. ഇതിൽ ഏകദേശം ഒരു 95% നമുക്കതില് വിളവ് കിട്ടുന്നുണ്ട്. ഏതാണ്ട് 10 വർഷക്കാലത്തെ മത്സ്യകൃഷി രംഗത്തുള്ള യുവജന പുരുഷ സ്വയം സഹായ സംഘം എന്ന് പറയുന്ന ഒരു മനുഷ്യരുടെ കൂട്ടായ്മ അല്ലെങ്കിൽ ഒരു കാർഷിക കൂട്ടായ്മ, ആ കാർഷിക കൂട്ടായ്മയുടെ 2026 വർഷത്തെ ഏപ്രിൽ മാസം നടക്കുന്ന മത്സ്യകൃഷി വിളവെടുപ്പും അതുമായി ബന്ധപ്പെട്ടുള്ള അനുഭവങ്ങളും അറിവുകളുമാണ്
പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടി ഈ വീഡിയോയിലൂടെ ശ്രമിച്ചത്. നമുക്കറിയാം മത്സ്യകർഷകർ ആകമാനം പൊതുവെ നേരിടുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ ഇവർ നേരിടുന്നുണ്ട്. അത് തീറ്റ ചെലവ് വർദ്ധിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. മറ്റൊന്ന്, സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ധനസഹായങ്ങൾ കൃത്യമായ സമയത്ത് ലഭിക്കുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ട് ഇവരും പറയുന്നു. അതുപോലെ തന്നെ മറ്റ് നാട്ടിലെ മത്സ്യകർഷകരും പറയുന്നുണ്ട്. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്ത് ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന ഏറ്റവും മികച്ച കാർഷിക വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. കൃഷിയിടങ്ങളെ ലാഭകരമാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നമ്മളുടെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.